ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പ്ലാസ്റ്ററിങ് ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പം അടിപൊളി വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു പോർഷൻ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ സാധാ ചെയ്യുന്നത് സെൻസറിൻ്റെ അടിഭാഗമൊക്കെ തേച്ചിട്ടാണ് നമ്മൾ നെറ്റി പിന്നീട് മുടക്കും, എന്നിട്ടാണ് നമ്മൾ ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു നാളെ ഇവിടെ കാർപ്പൻറ്റർമാർ വർക്കിന് വരും. അപ്പോൾ അവർക്ക് ഈ ജനലിൻ്റെ പാളിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാർപ്പൻറ്റർ വരുന്നത്. അപ്പോൾ ഇവർക്ക് എമർജൻസി ആണ്, അത്യാവശ്യമാണ്, പെട്ടെന്ന് വർക്ക് തീർക്കണം, കാർപ്പൻറ്റർമാരെ വർക്ക് തീർക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെന്താ രാവിലെ വന്ന് ഈ ഭിത്തി അങ്ങ് പ്ലാസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 4 സൈഡും കറങ്ങി ജനലുണ്ട്. അപ്പോൾ നമ്മൾ ഭിത്തി എത്രത്തോളം മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം ഭിത്തി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങളിത് ഇത്രയും ഏരിയ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഗ്രൗട്ടും കാര്യങ്ങളെല്ലാം ഒഴിക്കുകയാണ്. പിന്നെ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്, പല ആൾക്കാരും അഭിപ്രായം പറയുന്നുമുണ്ട്, ഗ്രൗട്ട് ഒഴിക്കരുത്, വെള്ളമാണ് ഒഴിക്കേണ്ടത്, ഗ്രൗട്ട് ഒഴിച്ചാൽ നഷ്ടമാണെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഹോളോ ബ്രിക്സിൽ ആദ്യം ഞാൻ ഇവിടെ ഇപ്പം നനച്ചിട്ടുണ്ട്. കാരണം നല്ല ഉണക്കമുള്ളതുകൊണ്ട് നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത്രയും ഏരിയ ഞാൻ ഗ്രൗട്ട് ഒഴിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ചില സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം നടക്കുന്ന വർക്കായിരിക്കില്ല നമുക്ക് അടുത്ത ദിവസം നടക്കുന്നത്. അത് മനഃപൂർവ്വം നമ്മളതങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ ഇത് അറിഞ്ഞൂടാത്ത ചില ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്നത് ഫസ്റ്റ് ദിവസം ഇത്രയും വർക്ക് നടന്നു, രണ്ടാമത്തെ ദിവസം ഇത്രയും നടന്നുള്ളൂ, അതെന്താ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലയൻറ്റ് ഈ വീട് വയ്ക്കുന്ന ആൾക്കാരെ അറിയാൻ വേണ്ടി പറയുകയാണ്. കാരണം നമ്മളൊരു വീടിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാവരും വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം നല്ല വർക്ക് നടക്കും, അടുത്ത ദിവസം വർക്ക് കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം, രണ്ടാമത് ചിലപ്പോൾ ഭിത്തിയൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള വർക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ എത്ര ചെയ്ത് കൊടുത്താലും, അതായത് മേശരിമാർ റെസ്റ്റ് പോലും എടുക്കാതെ ചെയ്ത് കൊടുക്കും, പക്ഷേ അവർക്കത് പോരാ. അവർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റും തീർത്ത് കൊടുക്കണം എന്നുള്ള ചിന്തയായിരിക്കും മുഖ്യ ആൾക്കാർക്കും വരുന്നത്. അത് അവരത് മനസ്സിലാക്കണം. അത് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാനെന്നല്ല, വേറെ ഏതൊരു പണിക്കാരായിരുന്നാലും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവർക്ക് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു തരും. പിന്നെ ഇതിപ്പോൾ ഞങ്ങളിവിടെ ശാന്ത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു കണക്കിനാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാരത്തിന് ഹോൾ ഇട്ടിട്ടുണ്ട്, അതായത് ഹൈറ്റ് കെട്ടാൻ സെൻസറിൻ്റെ നെറ്റിയൊക്കെ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് ആ ഹോൾ ഇപ്പോൾ നമ്മൾ അടക്കില്ല. കാരണം നമുക്കിതിൻ്റെ സെൻസറിൻ്റെ നെറ്റിയൊക്കെ പിടിച്ച് മേലെ ടോപ്പ് ചാന്തൊക്കെ ഇടാൻ വേണ്ടി നമുക്ക് ആ ഹൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഹോളൊന്നും അടയ്ക്കാത്തത്. പിന്നെ നമ്മൾ സാധാ മണൽ തന്നെയാണ് പീ സാൻഡ്. അപ്പോൾ പീ സാൻഡ് ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാക്സിമം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നനപ്പ്. അതായത് നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കണം, അല്ലാതെ ചെയ്യരുത്, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ നമ്മളിവിടെ ഈ ആ ഒരു ജനലിന് കണക്കാക്കിയാണ് നമ്മൾ മാലിടുന്നത്. അപ്പോൾ പല ആൾക്കാരും പറയും നിങ്ങൾ തൂക്കട്ടയ്ക്ക് തൂക്കുന്ന കാണുന്നില്ലല്ലോ. നമുക്ക് ഈ ഔട്ട് സൈഡൊന്നും തൂക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജനലുണ്ടെങ്കിൽ ജനലിൽ തൂക്കിയിട്ട് ആ ജനലിൽ നിന്ന് കറക്റ്റ് മുഴക്കോലിന് ഏറ്റെടുക്കുക. താഴെ മേളിലോട്ട് ഒരു മാലിട്ട് ക്രോസിനൊരു മാല ഇട്ടതിന് ശേഷം നമുക്ക് വർക്ക് തീർത്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഈ ഔട്ട് സൈഡൊന്നും നമുക്ക് തൂക്കട്ടയുടെ ആവശ്യമില്ല. നമുക്ക് ചുമരിന് ഭിത്തിക്ക് നല്ല വ്യത്യാസമുണ്ട്. വലിയ ചുമരാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ജനലൊന്നുമില്ല, പ്ലെയിൻ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് പിടിച്ചൊരു മാല് വെച്ച് നമുക്ക് ഏറ്റെടുക്കാം. അത് തൂക്കിയെടുക്കണമെങ്കിൽ തൂക്കിയെടുക്കാം. കാരണം ചില ആൾക്കാർ തൂക്കിയെടുക്കാൻ സമ്മതിക്കില്ല. അത് പണിക്കാരല്ല, ക്ലയൻ്റാണ് സമ്മതിക്കാത്തത്. കാരണം ചാന്ത് തന്നെ ഒരുപാട് കയറും. ചില ആൾക്കാർ വർക്കല്ല നോക്കുന്നത്, അവരുടെ മെറ്റീരിയൽസാണ് നോക്കുന്നത്. അയ്യോ തീർന്നു പോകുമോ, ചാന്ത് ഒരുപാടാകുമോ, സിമൻറ്റ് ഒരുപാടാകുമോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പം ഇത് നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ മണ്ടം പണിയാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുമര അടിച്ചതിന് ശേഷം ഇനി ജനൽ പാളിയൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം വന്ന് നമ്മൾ ഈ സെൻസറിൻ്റെ അടിയിൽ ഗ്രൗട്ട് അടിക്കും. ഗ്രൗട്ട് അടിക്കുമ്പോൾ ഈ ഭിത്തി മുഴുവനും ഗ്രൗട്ടാകും. പിന്നെ അത് തേച്ച് കഴുകി ഇറക്കണം. അത് പെട്ടെന്ന് നമ്മൾ കഴുകി ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൗട്ടിൻ്റെ പാട് മുഴുവൻ അവിടെ വരും. അപ്പോൾ ഇരട്ടിപ്പണിയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻസറിൻ്റെ അടി തേച്ചിട്ട് നമുക്ക് നെറ്റി മടക്കില്ലെങ്കിലും കുഴപ്പമില്ല, സെൻസറിൻ്റെ അടി എപ്പോഴും
ഷെയ്ഡിൻ്റെ അടിഭാഗം പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചുമര് പ്ലാസ്റ്റർ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത പുറകിൽ ഈ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡ് നല്ല ഏരിയ ഉണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഏരിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം. അപ്പോൾ അവിടെ നമ്മൾ ഗ്രൗട്ട് തന്നെയാണ് ഒഴിക്കുന്നത്. കാരണം സിമൻറ്റ് പൊടി അടിക്കേണ്ടടുത്ത് സിമൻറ്റ് പൊടി അടിച്ച് ചെയ്യും, ഗ്രൗട്ട് ഒഴിക്കേണ്ടടുത്ത് ഗ്രൗട്ട് തന്നെ ഒഴിച്ച് ചെയ്യും. പിന്നെ സിമൻറ്റ് കൂടുതലാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പ്ലാസ്റ്ററിങ് അധിക ദിവസം നിൽക്കില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടി അങ്ങ് പോകും. കാരണം ഈ മണൽ തൊഴിയും പോലെ അതിൽ ആ ഹോളോ ബ്രിക്സിൽ നിന്ന് വിടും, ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ വരും. പിന്നെ നല്ല രീതിയിൽ നനപ്പ്. അപ്പോൾ പൊതുവേ സൈറ്റുകളിൽ പോകുമ്പം പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന പണിക്കാരായിരിക്കും നനയ്ക്കുന്നത്. രാവിലെ വന്നിട്ടൊരു നനപ്പ്, അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നനയ്ക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പൈസ മുടക്കി നിങ്ങളൊരു വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ എല്ലാം വർക്കേഴ്സിന്, അതായത് പണിക്കാരെ തലയിൽ കൊണ്ട് എത്തിക്കരുത്. എപ്പോഴും നിങ്ങളൊരു മേൽനോട്ടം അവിടെ വേണം. കാരണം നനയ്ക്കേണ്ട സമയത്ത് നിങ്ങൾ തന്നെ നനയ്ക്കണം. കാരണം പണിക്കാർക്ക് എപ്പോഴും പ്രോപ്പറായിട്ട് നനയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അവർ ജസ്റ്റ് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു റൂം കംപ്ലീറ്റ് നനയ്ക്കും. പക്ഷേ നനപ്പ് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ക്രാക്ക് ഉറപ്പായിട്ടും വീഴും. അങ്ങനെ വീഴുന്നു കഴിഞ്ഞാൽ പണിക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ മണലെന്ന് പറയുന്നത് പാറപ്പൊടിയാണ്. അപ്പോൾ ഈ മണലിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിനെപ്പോഴും ആവശ്യം നല്ല നനവാണ്. പല സൈറ്റിലും ഞാൻ പണിക്ക് പോകുമ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സൈറ്റിലും ഇതുപോലെ തന്നെയാണ്. ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഭിത്തിയിൽ കണ്ടിട്ടില്ല. നമ്മൾ ഒഴിക്കുന്നെങ്കിലേ ഉള്ളൂ. കാരണം അവർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കും.